BMS നേതൃത്വം നൽകുന്ന KST എംപ്ലോയീസ് സംഘ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. KSRTC ജീവനക്കാരും കുടുംബാംഗങ്ങളും മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. DA കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് മാർച്ച്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീനന്ദ SP നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീനന്ദ, ഈ കുടുംബാംഗങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാർച്ചാണ്, ഗതികെട്ടിട്ടുള്ള ഒരു സമരമാണ് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഖി, DA കുടിശ്ശിക കൃത്യമായി നൽകുക എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ BMS പ്രവർത്തകർ, BS എംപ്ലോയീസ് സംഘ് ഇങ്ങനെ ഒരു മാർച്ച് സെക്രട്ടറിയിലേക്ക് നടക്കുന്നത്. BMS KSRTC ജീവനക്കാരും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു മാർച്ചാണ് ഇന്ന് ഇപ്പോൾ നടക്കുന്നത്. BMS സംസ്ഥാന C ബാലചന്ദ്രനാകും സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി ജീവനക്കാരാണ് ഈ മാർച്ചിൽ ഉൾക്കൊള്ളുന്നത്. എല്ലാവരും തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ കറക്റ്റായി നൽകുക എന്നൊരു കാര്യം മാത്രമാണ് ഉന്നയിക്കുന്നത്. ഈ കൊള്ള നിർത്തി തങ്ങൾക്ക് നൽകാനുള്ള പെൻഷൻ കൃത്യമായി നൽകുക, DA കുടിശ്ശിക തീർത്ത് നൽകുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജീവനക്കാരും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഈ ഒരു മാർച്ച് ഇപ്പോൾ നടന്നു നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിരവധി ജീവനക്കാരാണ് ഈ ഒരു മാർച്ചിൽ ഉൾക്കൊള്ളുന്നത്. ഇവരെല്ലാവരും തന്നെ പൊരുവെയിലിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം ജീവിക്കേണ്ട ഒരു ഉപാധി എന്ന ജീവിയിൽ അവർ ജീവിക്കുന്ന, അവരുടെ ജോലിയിൽ അവർ 100% പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ജോലിയിലാണ് അവർ നിൽക്കുന്നത്. ആ ജോലി അവർക്ക് കൃത്യമായി, ആ ജോലിക്കുള്ള വേതനം അവർക്ക് കൃത്യമായി നൽകുക എന്നൊരു ആവശ്യം മാത്രമാണ് ഈ ജീവനക്കാരെല്ലാവരും തന്നെ ഉന്നയിക്കുന്നത് എന്ന് പറയുന്നത്. അവരെല്ലാവരും തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ ഒരു കുടിശ്ശിക ഉടൻ തന്നെ അനുവദിച്ച് നൽകുക, അവർക്ക് ലോൺ എടുക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. തങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് പറയാൻ തന്നെ അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന രീതിക്കാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോകുന്നത്. സർക്കാർ എന്തുദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു ഇത് നടത്തുന്നത്? കൊച്ചുകുട്ടികളടക്കം പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് ഈ ഒരു മാർച്ചിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. കുഞ്ഞുകുട്ടികൾ വരെ ഈ ഒരു വെയിലത്ത് നിന്ന് ഈ ഒരു മാർച്ച് നൽകുന്നു. DA നൽകണം എന്നൊരു ആവശ്യമാണ്. അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ആ കുട്ടി വന്നിരിക്കുന്നത്. അങ്ങനെ നിരവധി പേർ, കുടുംബാംഗങ്ങളടക്കമുള്ള നിരവധി പേരാണ് ഈ ഒരു മാർച്ചിൽ ഉൾക്കൊള്ളുന്നത്. തങ്ങളുടെ ന്യായമായ ആവശ്യം അത് നിറവേറ്റണം എന്നൊരു കാര്യം മാത്രമാണ് ഇവർ പറയുന്നത്. ചേട്ടാ, എന്താണ് ഈ ഒരു മാർച്ചിന്റെ ഉദ്ദേശം? DA കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അതുവരെ ഈ ഒരു മാർച്ച് തുടരുമെന്ന് തന്നെയാണോ പറയുന്നത്? പിന്നെ തുടരണം. തീർച്ചയായിട്ടും എന്ത് വന്നാലും ഈ ഒരു മാർച്ച് തുടർന്നുകൊണ്ട് പോകുമെന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് മാർച്ച്? വിജയകരമാകും? വിജയകരമാകും. നിങ്ങൾ മുൻപ് സമാന രീതിയിൽ മാർച്ചൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും? ഇതുവരെയും പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. ഇതും ഇനി അടുത്ത ഇത് കിട്ടുന്നേരം എന്തായാലും തുടരായിട്ട് സമരം ചെയ്യുന്നതാണ് വിശ്വാസം. തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഈ ഒരു മാർച്ച് തുടർന്നുകൊണ്ട് പോകുമെന്നൊരു കാര്യമാണ് പറയുന്നത്. നിരവധി ജീവനക്കാരാണ് ഈ ഒരു മാർച്ചിൽ ഉൾക്കൊള്ളുന്നത്. എല്ലാവരും തന്നെ തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. എന്തായാലും കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഇവർ സെക്രട്ടേറിയറ്റിൽ എത്തിച്ചേരുകയും ശേഷം BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അദ്ദേഹം സംസാരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നയാ പൈസ DA ഇല്ലാതെ ഞങ്ങൾക്കും ജീവിക്കണം എന്നൊരു കാര്യം മാത്രമാണ് ഇവർ ഉന്നയിക്കുന്നത്. കുടുംബാംഗങ്ങളും എല്ലാവരും അടക്കമുള്ള ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പ്രവർത്തകരാണ് ഈ ഒരു മാർച്ചിൽ എത്തിച്ചേരുന്നത്. അപേക്ഷിക്കുന്ന മുറക്ക് PF ലോൺ അനുവദിക്കുക എന്നുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പുരുവെയിലത്ത് കൂടി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ ഒരു മാർച്ച് ആരംഭിക്കുന്നത്. എന്തായാലും ഈ മാർച്ച് ഇപ്പോൾ വളരെ വിജയകരമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവരുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ സർക്കാർ കണ്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഒരൊറ്റ ആവശ്യം മാത്രമാണ് ഇവർക്കെല്ലാവർക്കും ഉള്ളത്. തങ്ങളുടെ പെൻഷൻ എല്ലാം തന്നെ കൃത്യമായി നൽകുക, KSRTC ജീവനക്കാരെ തങ്ങളുടെ സ്വന്തം ജീവനക്കാരായിട്ട് തന്നെ നിങ്ങൾക്കെതിരെ ഉയരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം. BMS നേതൃത്വം നൽകുന്ന KST എംപ്ലോയീസ് സംഘ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. KSRTC ജീവനക്കാരും കുടുംബാംഗങ്ങളും അടക്കം മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. DA കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്ന ആവശ്യമാണ് ഈ
പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത് സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ശ്രീനന്ദിയാണ് അവർക്കൊപ്പം ഉണ്ടായിരുന്നത്.